സംസ്ഥാനത്ത് 30 സ്മാർട്ട് അംഗനവാടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. അംഗനവാടികളുടെ നവീകരണത്തിന് 58 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം ജനാർദ്ദപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ അങ്കണവാടികളിൽ വിശാലമായ ശിശു സൗഹൃദ ക്ലാസ് റൂമുകൾ, ശുചിമുറികൾ, ആകർഷകമായ പെയിന്റിങ്ങുകൾ, സുരക്ഷിതമായ ഫൈബർ ഫ്ലോറിംഗ്, കളിപ്പാട്ടങ്ങൾ അങ്ങനെ സ്മാർട്ടാകുകയാണ്. 30 അംഗൻവാടികൾ ആദ്യഘട്ടത്തിൽ സ്മാർട്ടായി. തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ കുരവറ 60 നമ്പർ സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ 33,000-ലധികം അംഗൻവാടികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയിൽ 7,144 എണ്ണം വാടക കെട്ടിടങ്ങളിലാണ്. അവയ്ക്കെല്ലാം തന്നെ സ്വന്തമായ മികവുറ്റ കെട്ടിടങ്ങൾ ലഭ്യമാക്കാനും ഉള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. നിലവിൽ 58 കോടി രൂപ ഇതിനായി നീക്കിവെച്ചിട്ടുണ്ട്. 200ഓളം അംഗൻവാടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായാണ് ഇന്നത്തെ ഈ ഉദ്ഘാടനവും നടക്കുന്നത്. മന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞുങ്ങളുടെ 3 മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് കുഞ്ഞുങ്ങൾ അങ്കണവാടികളിൽ ആയിരിക്കുന്നത്. അങ്കണവാടികളിലേക്ക് 3 വയസ്സ് കഴിയുമ്പോഴാണ് അവർ എത്തപ്പെടുന്നത്. ഈ ഒരു കാലഘട്ടം 6 വയസ്സിൽ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് 3 മുതൽ 6 വരെയുള്ള ഈ കാലഘട്ടം ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞിൻ്റെ വളർച്ചയിൽ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് ഇത്. അതുകൊണ്ടാണ് പരമ്പരാഗതമായിട്ടുള്ള രീതികൾ, പരമ്പരാഗതമായിട്ടുള്ള പാഠ്യ പദ്ധതികൾ, പരമ്പരാഗതമായിട്ടുള്ള രീതികളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഒട്ടേറെ നൂതനങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നമ്മൾ നടത്തി വന്നത്. ഏറ്റവും ഒന്നാമത്തേത് നമ്മുടെ അങ്കണവാടികളെ സ്മാർട്ട് അങ്കണവാടികളാക്കി എന്നുള്ളതാണ്. പാറശാല MLA CK ഹരീന്ദ്രൻ അടക്കം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.